എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു ഡിമന്റെ കൺട്രോളിലായ പീറ്റിനെയാണ്. ആൻഡ് പീറ്റിനെ ഇപ്പം പീറ്റ് അല്ല കൺട്രോൾ ചെയ്യുന്നത്, ആ ഡിമനാണ്. ആൻഡ് ഫുള്ള് ശക്തിയിൽ നേരെ നമ്മുടെ നിറന്റെ നേരെ പീറ്റ് വരുവാണ്. അപ്പൊ നിറം ചോദിക്കുന്നുണ്ട്, പീറ്റ് നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്ക്, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിറന്റെ വാക്കുകളൊന്നും പീറ്റ് അല്ല കേൾക്കുന്നത്, പകരം ഒരു ഡീമൺ ആണ്. ആൻഡ് അതിനെ പ്രവോക്ക് ചെയ്തതിന് അത് നമ്മുടെ പീറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, പീറ്റിനെ നിറനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ആ ടൈമിൽ പെട്ടെന്ന് ഇവരുടെ കൂടെയുള്ള ആ ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ആള് ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തിട്ട് അവന്റെ മേത്തേക്ക് അടിക്കുവാണ്, നമ്മുടെ പീറ്റിന്റെ മേത്തേക്ക്. അപ്പൊ തന്നെ നമ്മുടെ പീറ്റ് ബോധം കെട്ട് വീഴുന്നുണ്ട്. ഉള്ളിൽ ഡീമൺ ആണെങ്കിലും പുറത്ത് മനുഷ്യന്റെ ശരീരമാണല്ലോ, സോ അത്ര ശക്തിയുള്ളൊരു സാധനം മേത്തേക്ക് അടിച്ചപ്പം അവിടെ ബോധം കെട്ട് വീഴുവാണ്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ രാത്രിയാണ് കാണിക്കുന്നത്. രാത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി, അവിടെ നമ്മുടെ നിറനും പീറ്റും മാത്രമേ ഉള്ളൂ. പീറ്റ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കോടെ ആ നിറനോട് ചോദിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും എവിടെ, ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ നമ്മുടെ പീറ്റ് നിറം പറയുന്നുണ്ട്, എല്ലാവരും പോയി, കാരണം ഈ 5 മണിക്കൂർ ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നു. ആൻഡ് ആൾക്കാരെല്ലാം വീടെത്തേണ്ടടുത്ത് എത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്, കാരണം നമ്മുടെ പീറ്റിനൊന്നും ഓർമ്മയില്ല എന്തൊക്കെയാ നടന്നതെന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നിറനാണെങ്കിൽ മുന്നേ ആ ഒരു പുള്ളി റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോ ഫുൾ എടുത്ത് കാണിക്കുവാണ്. അപ്പോൾ നമ്മുടെ പീറ്റ് ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയ്ക്ക് വയലന്റ് ആയോ, ആൻഡ് ഇതെന്താ ഒന്നും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവാത്ത എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. ഇതൊന്നും നീ അല്ല ചെയ്തത്, ആ നിന്റെ ഉള്ളിലുള്ള ആ ഒരു ഡീമണാണ് ഈ പരിപാടിയെല്ലാം കാണിച്ചത്. ആൻഡ് ഇപ്പൊ നീ കാണിച്ച സാധനം നിന്റെ ലൈഫിൽ എവിടെയോ ഒന്ന് നടന്നിട്ടുണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പീറ്റ് ആണെങ്കിൽ ഒന്ന് ആലോചിക്കുന്നുണ്ട്. ആൻഡ് അവിടെ നമ്മളെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പീറ്റ് ആരും എടുത്തിട്ട് അടിക്കുന്നതായിട്ട്. ദെൻ അതിനുശേഷം ഫ്ലാഷ് ബാക്ക് എൻഡ് ചെയ്യുവാണ്, അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, ഉണ്ട് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന്. ആൻഡ് നമ്മൾ നിറം പറയുന്നുണ്ട്, കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞു നിന്നെ വെച്ച് ഇനി ഒരു പരീക്ഷണം നടത്തണ്ട, കാരണം നിനക്ക് ഒരിക്കലും ആ ഡീമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിന്റെ ലൈഫ് അവതാളത്തിലാകും. പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ഈ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം ഞാൻ എന്ത് ചെയ്യും, എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. നിന്റെ ഉള്ളിലെ ആ ഒരു മങ്കി, ആ സാധനത്തിന് ഭയങ്കര ശക്തിയുണ്ട്, അതിനെ നീ കൺട്രോൾ ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് നിനക്ക് തരേണ്ടത് എന്ന് പറയുന്നുണ്ട്. അടുത്ത സീനിന്റെ രാവിലെ നമ്മുടെ പീറ്റിന്റെ വീടാണ് കാണിക്കുന്നത്. നമ്മുടെ പീറ്റാണ് നല്ല ഉറക്കമാണ്. ആ ടൈമിൽ പീറ്റിന് ഒരു കോൾ വരുവാണ്. കോൾ ആരാന്ന് വെച്ചാൽ നമ്മുടെ നിറനാണ്. ആൻഡ് കോൾ എടുത്തപാടെ പീറ്റ് ഇങ്ങനെ പണ്ടാരം എന്നൊരു രീതിയിൽ വീടിന് പുറത്തേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഡോറ് തുറന്നപ്പോഴേ നമ്മുടെ നിറനാണെങ്കിൽ വെൽ പാക്ക് ആയിട്ട് നിൽക്കുവാണ്. ആൻഡ് നേരെ നമ്മുടെ നിറം വീട്ടിനകത്തോട്ടും കയറുന്നുണ്ട്. അപ്പൊ പീറ്റ് ചോദിക്കുന്നുണ്ട്, നീ ഇത്ര രാവിലെ ഇവിടെ വന്നിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിറം പറയുവാണ്, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറയുവാണ്. അപ്പൊ പീറ്റ് ചോദിക്കുന്നു, അതെന്തിനാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ നിറം പറയാണ്, എനിക്ക് ഇന്ന് മുതൽ നിന്നെ നല്ല വൃത്തിക്ക് ട്രെയിൻ ചെയ്യണം, സോ ട്രെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ താമസിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പൊ നമ്മുടെ പീറ്റ് പറയാണ്, ഓക്കെ അതെല്ലാം ഞാൻ സമ്മതിച്ചു, അറ്റ്ലീസ്റ്റ് ഒരാളുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ അയാളോടൊന്ന് നേരത്തെ വിളിച്ചു വരാം, അല്ലെങ്കിൽ അയാൾക്ക് അത് സമ്മതമാണോ എന്നൊന്ന് ചോദിക്കുക, അതിനുള്ള മര്യാദയെങ്കിലും കാണിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ നിറം പറയുവാണ്, എനിക്കതിന് ആവശ്യമില്ല, കാരണം ഈ വീട് ഇപ്പൊ എന്റെയാണ്, നിന്റെ കസിന്റെ അടുത്തുനിന്ന് ഞാൻ ഈ വീട് മേടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ തെളിവും കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പീറ്റ് മേടിക്കാൻ വെച്ചിരുന്ന വീടാണ്, കാരണം അവന്റെ അമ്മയുടെ അച്ഛൻ്റെ ഓർമ്മയുള്ള വീടാണ്. അവൻ കിട്ടുന്ന പൈസ എല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് ഈ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു 1 മില്യൺ റുപ്പീസ് അവന്റെ അങ്കിളിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ പീറ്റ് ആണെങ്കിൽ അവന്റെ അങ്കിളിനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിൾ ആ പരിപാടി കാണിച്ചില്ലേ അങ്ങനെ. അപ്പൊ നമ്മുടെ നിറനിപ്പുറത്ത് പറയുന്നുണ്ട്, നീ ഒരു 1 മില്യൺ അല്ലേ കൊടുത്തത്, ഞാൻ 10 മില്യൺ പൈസ എണ്ണി കൊടുത്തിട്ടാണ് ഈ വീട് അഡ്വാൻസ് ആയിട്ട് ആദ്യം എഴുതിയെടുത്തു, പിന്നെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചു എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പീറ്റ് ആണെങ്കിൽ അങ്കിളിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിറനാണെങ്കിൽ പീറ്റിന്റെ വീടെല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് കാണുന്നുണ്ട്. ആൻഡ് വീട് കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പീറ്റ് നേരെ നിറന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിറനുള്ളത് നമ്മുടെ പീറ്റിന്റെ റൂമിലാണ്. ആൻഡ് നിറനോട് പീറ്റ് പറയുന്നുണ്ട്, എന്ത് പണിയാ കാണിച്ചത്, ആ അങ്കിൾ ഇമാതിരി തേപ്പ് കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല, എനിക്ക് എന്തായാലും ഈ വീട് നിന്റെ അടുത്ത് മേടിക്കണം, ഇതിന് എത്ര വില ഇടുന്നത്, 30 ലക്ഷം വരെ ഞാൻ തരാമെന്ന് പറയുന്നു. 30 ലക്ഷം അല്ല, 30 മില്യൺ വരെ ഞാൻ തരാമെന്ന് പറയുന്നു. ആ ടൈമില് നമ്മുടെ നിറം പറയുവാണ്, 30 മില്യൺ അല്ല, ഇതിപ്പോ എന്റെ വീട്, ഞാൻ ഇത് വിൽക്കുന്നത് 50 മില്യൺ ആണെന്ന്. അപ്പോൾ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, ഒരുമാതിരി വൃത്തിയായിട്ട വർത്താനം പറയരുത് നീ എന്ന് പറയുമ്പോൾ നമ്മുടെ നിറം പറയുന്നുണ്ട്, ഞാൻ നിനക്കിത് ഫ്രീ ആയിട്ട് തന്നേക്കാം, പക്ഷെ നമ്മുടെ ഈ ഒരു മിഷൻ സക്സസ് ആവണം, അത്രയും നാൾ നീ എന്നെ സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ നിറം പീറ്റിന്റെ റൂമിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. എനിക്ക് ഈ റൂം അങ്ങ് ഇഷ്ടപ്പെട്ടു, സോ ഞാൻ ഈ റൂമിൽ കിടക്കാൻ പോവാണ്, എനിക്ക് റൂം ഇഷ്ടപ്പെട്ടു, ഞാൻ ഇത് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പീറ്റ് പെട്ടെന്ന് പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ല, ഇതെന്റെ റൂമാണ്, ഇവിടെ ആവശ്യത്തിലധികം റൂമുകളുണ്ട്, വേറെ ഏതെങ്കിലും റൂം എടുത്തോളാൻ പറയുന്നു. അപ്പൊ നമ്മുടെ നിറം പറയുന്നു, പറ്റത്തില്ല, കാരണം ഞാനാണ് നിന്നെ ട്രെയിൻ ചെയ്യുന്നത്, സോ എനിക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ വേണം എനിക്കിരിക്കാൻ, എനിക്ക് ഈ റൂമാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, സോ നിനക്ക് ഏതെങ്കിലും റൂമിൽ പോയി കിടക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ പീറ്റ് ഓടി വന്നവന്റെ കട്ടിൽ കയറി കിടക്കുവാണ്. പിന്നെ അവിടെ ഒരു പിടിയും വലിയാണ്, എനിക്ക് പോകണം, എനിക്ക് എന്റെ റൂം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും അവിടെ കിടക്കുന്നു, ഉരുണ്ട് വീഴുന്നു. അങ്ങനെ അവസാനം ഈ റൂം രണ്ടായിട്ട് തിരിക്കുവാണ്, മറ്റേ സ്റ്റിക്കറല്ല മറ്റേ ഇതൊക്കെ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് റൂം രണ്ടായിട്ട് വേർതിരിക്കുകയാണ്, ഒരറ്റത്ത് പീറ്റും ഒരറ്റത്ത് നിറണം. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെളുപ്പിന് നമ്മുടെ പീറ്റിനെ വിളിച്ച് എഴുന്നേപ്പിക്കുന്ന നിറൻ, എന്നിട്ട് ഓടാൻ കൊണ്ടുപോകും. പിന്നെ ഓൾസോ ഒരു ചെയർ പൊസിഷനിലൊക്കെ ഇരുത്തിയിട്ട്
എന്താ ബാലൻസിങ് കറക്റ്റ് ആക്കാൻ. നമ്മുടെ പീച്ചിന് ഇതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ നിറനാണെങ്കിൽ അവിടുന്ന് ബോളൊക്കെ പെറുക്കി എറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പീച്ചിന്റെ ബാലൻസ് പോകുന്നുണ്ട്. ആൻഡ് ഇതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും കൂടും തോറും പ്രാക്ടീസിന്റെ അളവ് ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ പീറ്റ് ആണെങ്കിൽ അങ്ങ് മടുക്കുന്നുണ്ട്. കാരണം പീറ്റ് ഇതൊന്നും ചെയ്തിട്ടില്ല. അവൻ നല്ല സമാധാനപരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഒരു ദിവസം നമ്മുടെ പീറ്റ് ആണെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് സ്കിപ്പ് ചെയ്ത് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിരിക്കുവാണ്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന് നമ്മുടെ നിറൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പീറ്റിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പ്രാക്ടീസ് സ്കിപ്പ് ആക്കിയെന്ന്. അപ്പോൾ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, ഒരു ദിവസം ഞാനൊരു ബ്രേക്ക് എടുത്തു, അതിനിപ്പോൾ എന്താന്ന്. അപ്പോൾ നമ്മുടെ പീറ്റല്ല നിറം പറയുന്നുണ്ട്, അങ്ങനെ തോന്നുമ്പോൾ ബ്രേക്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഇത് നിന്നെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, നീ മറന്നുപോയി ഞാൻ ഒരു അത്ലറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിലധികം ശക്തിയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ നിറം അത് തിരുത്തുവാണ്, നീ ആണെന്നല്ല, നീ ആയിരുന്നു, പക്ഷെ നീ ഇനി ഒരിക്കലും ആവാൻ പോകുന്നില്ല, നിനക്കറിയാം നീ എന്തുകൊണ്ടാണ് അത് ആവാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ പീറ്റിന് അത് എവിടെ കൊള്ളുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഫ്ലാഷ് ബാക്കിന് ഇച്ചിരി കാണിക്കുന്നുണ്ട്, അതായത് ആരോ നമ്മുടെ പീറ്റ് എടുത്തിട്ട് അടിക്കുന്നതായിട്ട്. നമ്മുടെ നിറന് ആ ദേഷ്യം വന്നുകൊണ്ട് നിറം നിർത്തുന്നില്ല, ആവശ്യത്തിലധികം പറയുന്നുണ്ട്, നീ ആവാത്തതിന് കാരണം എന്താണെന്ന് നിനക്കറിയാം, ഇനി നീ നിനക്കിപ്പം നീ നയിക്കുന്ന ഒരു യൂസ്ലെസ് ജീവിതത്തിന് കാരണവും നിന്റെ ആ ഒരു പ്രവൃത്തിയാണ്. ആൻഡ് ഓൾസോ നീ ഒരു കാര്യം മനസ്സിലാക്കുക, നീ ഇങ്ങനെയാണ് ഇനി ജീവിച്ചു പോകുന്നെങ്കിൽ നീ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു വെസൽ മാത്രമായിരിക്കും. നമ്മുടെ നിറൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, അതായത് ആ യാവോനെയൊക്കെ പിടിച്ചിടാൻ പറ്റിയ ഒരു പാത്രം ഉണ്ടല്ലോ, ഇപ്പൊ ഇവന്റെ ഉള്ളിലൊരു ഡീമൺ ആണല്ലോ, അതുകൊണ്ട് ആ ഡീമന് കടക്കാൻ പറ്റിയൊരു പാത്രം, അത് മാത്രമായിട്ട് നീ പോകുന്നതെന്ന് പറയുന്നത്. ആൻഡ് ഈ ടൈമിൽ നമ്മുടെ പീറ്റിനാണെങ്കിൽ അതങ്ങ് നല്ലോണം കൊള്ളുന്നുണ്ട്, അങ്ങ് സങ്കടമാവുന്നുണ്ട്. നമ്മുടെ പീറ്റാണെങ്കിൽ എന്തൊക്കെ ആലോചിച്ച് സങ്കടത്തിൽ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് പീറ്റിന്റെ ഫ്ലാഷ് ബാക്കും കാണിക്കുന്നുണ്ട്. അതായത് പണ്ട് ഇവൻ ഇങ്ങനെ ഈ കരാട്ടെ പോലത്തെ ഒരു അത്ലറ്റ് ആയിരുന്നു. അപ്പൊ ഇവൻ ഇതുപോലെ ഒരു ദിവസം പ്രാക്ടീസ് സ്കിപ്പ് ചെയ്തു. അപ്പൊ ഇവന്റെ സാറ് വന്ന് ഇവന്റെ അടുത്ത് ദേഷ്യപ്പെടുവാണ്, നീ എന്താണ് സ്കിപ്പ് ചെയ്തത്, നിനക്കൊന്നുമില്ലെങ്കിലും നിന്റെ പേരൻസിന് എത്രത്തോളം നിന്നിൽ വിശ്വാസം ഉണ്ടെന്നറിയാവോ, അവര് മരിച്ചു പോയത് നന്നായി, കാരണം ഇതൊന്നും അവർക്ക് കാണേണ്ടി വരത്തില്ലല്ലോ എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ പീറ്റിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. ആ ദേഷ്യം വന്ന് ഈ പീറ്റ് ആ സാറിനെ എടുത്തിട്ട് അടിക്കുവാണ്. അപ്പം അടിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവനെ പിടിച്ച് പുറത്താക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രസന്റിലേക്ക് വരുവാണ്. നമ്മുടെ പീറ്റ് ആണെങ്കിൽ വീട്ടിലേക്ക് വന്ന് കയറുവാണ്. ആ ടൈമിൽ റൂമിലെത്തിയപ്പം നമ്മുടെ നിറൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പീറ്റിന് മനസ്സിലായി നിറം നല്ല ഉറക്കമാണെന്ന്. ആ ധൈര്യത്തിൽ പീറ്റ് ആ ബെഡിലേക്ക് കയറി കിടന്ന് ഇങ്ങനെ അവന്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഥ പോലെ പറയുവാണ്. അതായത് അവന് 15 വയസ്സുള്ള സമയത്ത് ഇവന് കൊറിയയിൽ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു, ഈ ഒരു ഇതിന്റെ തന്നെയാണെന്ന് തോന്നുന്നു. ആൻഡ് ഇവൻ 2 ദിവസം മുന്നേ അങ്ങോട്ട് പോയി. ഇവന്റെ പേരൻസ് ആണെങ്കിൽ ജോലിയുടെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷെ ഇവന്റെ അനിയത്തി ഇവരുടെ കൂടെ പോയില്ലായിരുന്നേ. ആ ടൈമിൽ ഉണ്ടായ പ്ലെയിൻ ക്രാഷ് കൊണ്ടായിരിക്കണം അവന്റെ പേരൻസ് മരിച്ചു പോവാണ്. പക്ഷെ അതിവിടെ പറയുന്നില്ല. എന്നിട്ട് ഇവൻ ചോദിക്കുന്നത്, ഇവൻ പീറ്റിനോട് നിറനോട് ചോദിക്കുന്ന പോലെ ചോദിച്ച കാര്യമാണ്, അതായത് ഇതിനൊക്കെ കാരണം ഞാൻ കാരണമാണോ അവർ മരിച്ചത് എന്ന് ചോദിച്ച് നമ്മുടെ പീറ്റ് പൊട്ടി കാര്യമാണ്. നമ്മുടെ നിറൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ നിറൻ കരഞ്ഞങ്ങ് തീർക്കട്ടെ, സങ്കടം അങ്ങ് പോവട്ടെ എന്നോർത്ത് നമ്മുടെ നിറൻ ഒന്നും മിണ്ടാണ്ട് അവിടെ തന്നെ കിടക്കുവാണ്. അങ്ങനെ അവിടെ കൊണ്ട് ആ ഒരു സീൻ അവസാനിക്കുവാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ നിറനാണെങ്കിൽ കട്ടിലിൽ പീറ്റിനെ കാണുന്നില്ലേ. സാധാരണ നിറനാണ് വെള്ളമെല്ലാം കോരി ഒഴിച്ച് നമ്മുടെ പീറ്റിനെ എഴുന്നേൽപ്പിക്കാറ്. ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ പീറ്റ് അവിടെ ഇല്ല. അങ്ങനെ നിറൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ പീറ്റാണെങ്കിൽ ആ ഒരു ചെയർ പൊസിഷനിൽ ഇരുന്നിട്ട് അവനവിടെ അവന്റെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുവാണ്. സാധാരണ നിറൻ നിർബന്ധിച്ചോരോന്ന് ചെയ്യിപ്പിക്കുന്നിടത്ത് ഇപ്പൊ പീറ്റ് സ്വന്തം ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഉള്ള പ്രാക്ടീസ് എല്ലാം നല്ല രീതിയിലാണ് നമ്മുടെ പീറ്റ് അവന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുവാണ്. ഓൾസോ പീറ്റ് മുന്നേ കുറച്ച് കുടിക്കുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നല്ലോ. ഈ ഒരു കാര്യത്തിന് വേണ്ടി അവൻ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുവാണ്. ദെൻ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ഇതൊക്കെ പോകുന്നത് കാണിച്ചിട്ട് നമ്മൾ അടുത്ത സീൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ആ ഒരു മിനിസ്റ്ററിനെയൊക്കെയാണ്. ആൻഡ് ആ മിനിസ്റ്ററിനെ പുള്ളിയുടെ ആ ഒരു സഹോദരനോ നമ്മുടെ വില്ലനാണ് ഫോൺ വിളിക്കുവാണ്. ഞാൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഇപ്പുറത്തെ മിനിസ്റ്റർ പറയുന്നുണ്ട്, നീ നിന്റെ കാര്യം നോക്കി ചെറുക്ക, ഞാൻ എൻ്റെ കാര്യം നോക്കി പോക്കോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പുറത്തെ വില്ലൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, നിനക്കും എനിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹെവൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, സ്വർഗം ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം ഇവർ രണ്ടുപേരും ഈ ഒരു കൂടോത്രത്തിന്റെ ഒക്കെ കുറച്ച് പരിപാടിയുണ്ട്. പക്ഷേ ഈ വില്ലന്റെ അത്ര ഇല്ല. ഈ മറ്റേ പുള്ളി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, പക്ഷേ വില്ലൻ അവന്റെ അധികാരമൊക്കെ പിടിച്ചു പറ്റാൻ ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ്. അപ്പൊ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ മിനിസ്റ്ററിന് മനസ്സിലായി ഇവനാണ് ഇതിന്റെ ബാക്കിൽ നിന്ന്. അപ്പൊ മിനിസ്റ്റർ ചോദിക്കുന്നുണ്ട്, അപ്പൊ നീയാണല്ലേ ഇതിന്റെയൊക്കെ പിന്നില്. ആൻഡ് നിനക്കൊരു കാര്യം അറിയാലോ, ഈ ഡെമോക്രസി അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയത്തില് പൊളിറ്റിക്സില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ നീ ഇത് ടോട്ടലായിട്ടും ഇതിന് എതിരായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നീ ചെയ്യുന്നത് ഒരു ഫോൾട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇയാൾ ഫോൺ വെക്കുവാണ്. ആൻഡ് ആ ടൈമിൽ ഇപ്പുറത്ത് നമ്മുടെ വില്ലന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആൻഡ് വില്ലനാണെങ്കിൽ അവന്റെ കൂടെ ഉള്ള കുറെ എണ്ണത്തിനെടുത്ത് അടിച്ചിട്ട് നമ്മുടെ ഒരു ദുർമന്ത്രവാദി പോലത്തെ
പുറത്തെടുത്തിട്ടുണ്ടല്ലോ, അയാളോട് ചോദിക്കുന്നുണ്ട് എവിടെ നിന്റെ ഡീമൺ, നീ വലിയ എന്തോ ഒരു ശക്തി ഉണ്ട്, അയാൾ എന്നെ രക്ഷിക്കും എന്നെ സഹായിക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്, എന്നിട്ട് എവിടെ കുറെ നാളായാലോ നീ കുപ്പിന്ന് എന്നെ ഇറക്കാൻ നിൽക്കുന്നു, പെട്ടിങ്ങൊന്നും ഇതുവരെ പുറത്തെടുത്തിട്ടില്ല എന്ന് ചോദിച്ചിട്ട് അയാൾക്കൊട്ടും കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ദുർമന്ത്രവാദി പറയുന്നുണ്ട് അത് പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങ് ഇറക്കിയെടുക്കാൻ പറ്റത്തില്ല, അതിന് അതിൻ്റെതായ ശക്തികളുണ്ട്, സോ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യ്, അത് നമ്മളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നിറനെയും പീറ്റിനെയാണ്. ആൻഡ് ഇവരാണെങ്കിൽ ഒരു ബാറിലിരിക്കുവാണ്. ആൻഡ് നമ്മുടെ നിറൻ പീറ്റിനും നിറനും വേണ്ടിയിട്ട് ഓരോരോ ഗ്ലാസ് ബിയറും കൊണ്ടുവെക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട് അപ്പൊ കുടിക്കാവോ, പ്രശ്നമില്ലേ? ആ ടൈമിൽ നമ്മുടെ നിറം പറയുന്നുണ്ട് അതിന് നീ സന്യസിക്കാൻ പോവല്ല, നീ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, ഇതൊന്നും കുടിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല വല്ലപ്പോഴും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ പീറ്റിനെ സന്തോഷമാവുകയാണ്. സന്തോഷത്തിൽ നമ്മുടെ പീറ്റ് എടുത്ത് കുടിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ നിറം ചോദിക്കുന്നുണ്ട് ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിനക്ക് ഇത്രത്തോളം ഹാപ്പിനെസ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പീറ്റ് പറഞ്ഞു എന്റെ പൊന്നു മോനെ അതൊക്കെ അനുഭവിച്ചവർക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുടിക്കുന്നുണ്ട്. ദെൻ ഇവരിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും നീയും വൂ ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നിറം പറയുന്നുണ്ട് വൂ ആവാനുള്ള പ്രാക്ടീസ് വേറെ, നിന്റെ പ്രാക്ടീസ് വേറെ. നിന്റെ പ്രാക്ടീസ് എന്തിനാന്ന് വെച്ചാൽ നിന്റെ ഉള്ളിലുള്ള ആ ഒരു ഡീമണെ നിനക്ക് കൺട്രോൾ ചെയ്യാനുള്ള പവർ വേണം, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞങ്ങൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, അല്ലാണ്ട് എന്റേത് വേറെ. അപ്പോൾ നമ്മുടെ പീറ്റി ഒതുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എങ്ങനത്തെയാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിറം പറയുന്നുണ്ട് അത് ഞാൻ നിന്നോട് പറയുവാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാവരും കയറി വൂ ആവത്തില്ലേ, അങ്ങനെ ഞങ്ങളുടെ സീക്രട്ട് അങ്ങനെ പുറത്തു പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ പീറ്റി പറയുന്നുണ്ട് മറ്റേ നമ്മുടെ നിറന്റെ ചേച്ചി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി നിന്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നതിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം നീ നിനക്ക് അങ്ങനത്തെ ഒരു പവർ ഉണ്ട്, എന്തൊരു പ്രശ്നം മുന്നേ വന്നാലും അതിനെ നേരെയാക്കി എടുക്കാൻ. അതിന്റെ കൂടെ തന്നെ നമ്മുടെ പീറ്റി നിറനോട് താങ്ക്സ് പറയുന്നുണ്ട്. അതായത് എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന്. അവൻ അത്രത്തോളം ലേസി ആയിട്ട് നിന്നിട്ടും ഇവൻ ലാസ്റ്റ് വരെ ഓക്കെ ഇവനെ ഞാൻ സെറ്റാക്കി എടുക്കും എന്നൊരു രീതിയിൽ വിശ്വാസം അർപ്പിച്ച് കൂടെ നിന്നല്ലേ. ആൻഡ് ഓൾസോ ഇവൻ പറയുന്നുണ്ട് ചേച്ചി വന്ന് സഹായം ചോദിക്കുന്നതിന് എനിക്ക് അത്ഭുതമില്ല, പക്ഷെ മറ്റേ ആ ഒരു ചൈനക്കാരുടെ ടീം ഉണ്ടായിരുന്നില്ലേ, ആ കൂട്ടത്തിൽ ഒരുത്തനാണല്ലോ ഇവന്റെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്, അപ്പോഴാണല്ലോ എല്ലാവരും പോയത്. അവൻ എന്തുകൊണ്ടാണ് നിൽക്കാത്തത് എന്നും എനിക്ക് ചെറിയ സംശയമുണ്ട്, അത് മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നിറൻ ഇവിടെ പറയുന്നുണ്ട് അതായത് മേ ബി ഞാൻ അവരുടെ ഔട്ട്കാസ്റ്റ് ആയതുകൊണ്ടായിരിക്കും, എന്നെ അവരുടെ കൂടെ കൂട്ടം കൊള്ളാത്തതുകൊണ്ടായിരിക്കും എന്ന്. അപ്പോൾ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നിറൻ ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് അല്ല, അവനിങ്ങനെ കാര്യം പീറ്റിനോട് പറയുവാണ്. അതായത് ഇതിന് മുമ്പ് ഇവർ ഫസ്റ്റ് ആദ്യത്തെ ഒരു യാവോനെ പുറത്തെടുക്കാൻ പോയ സമയത്ത് അത് ഭയങ്കര ശക്തിയുള്ള ഒരെണ്ണമായിരുന്നു. അപ്പം അതിനെ പുറത്തിറക്കുവാണെങ്കിൽ എന്തോ ആ ഒരു ഇൻഡസ്ട്രി, അതായത് അവിടെ കുറെ ആൾക്കാരുടെ ജോലി പോകും, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെതായ രീതിയിൽ അവർ പറയുന്നത് കേൾക്കാതെ എന്തോ ചെയ്തു. അപ്പോൾ എന്താ അവരനുസരിച്ചില്ലല്ലോ. സോ ഇവനെ അങ്ങ് പുറത്താക്കിയെന്നല്ല, അന്ന് തൊട്ട് ഇവൻ എന്ത് ചെയ്തു, ഇവന്റേതായ രീതിയിൽ ഞാൻ എന്റേതായ രീതിയിൽ യാവോനെ പിടിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റേതായ രീതിയിൽ വൂ ആവും എന്നുള്ള രീതിയിൽ ഇവൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇവരുടെ കൂടെ കൂടാതെ ആ ഒരു ടൈപ്പായി മാറി എന്ന് നമ്മുടെ പീറ്റിനോട് ഇവൻ ഇങ്ങനെ കഥ പറയുവാണ്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട് അതിലൊക്കെ എന്തിരിക്കുന്നു, ആൻഡ് നീ ഒരിക്കലും വിഷമിക്കരുത്, കാരണം നീ ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ആലോചിക്കാവുള്ളൂ. നീ ചില സമയത്ത് പറയുമ്പോൾ അത് നിന്റെ കൂടെ ഉള്ളവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നീ ആലോചിക്കാറില്ല. സോ നീ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിന്റെ കൂടെ തന്നെ നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട, നീയിൽ വിശ്വാസം അർപ്പിക്കുന്ന കുറേ പേരുണ്ട്, നിന്റെ ചേച്ചി, ഞാൻ, പിന്നെ നമ്മുടെ കൂടെയുള്ള ഇപ്പൊ ഇത്രയും പേര് നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, നിന്നിൽ വിശ്വാസം ഉള്ളതുകൊണ്ട്. സോ നീ നിന്നിൽ ആരും വിശ്വാസമില്ല എന്നൊരു രീതിയിൽ നീ വിചാരിക്കരുത്, നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് നമ്മുടെ പീറ്റും നിറനും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് അവരിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് നേരെ നോക്കുമ്പോൾ നമ്മുടെ പീറ്റ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ടി വിയിൽ അവന്റെ അനിയത്തിയുടെ ഫോട്ടോയാണ്. അതായത് ബാക്കി ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കുട്ടികളും ഈ മിനിസ്റ്റർക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. അതായത് അവരുടെ ലോസ് ഒന്നും ഇയാൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒന്നും തരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പിള്ളേരെല്ലാം നേരെ മുന്നോട്ട് വരുവാണ്. ആൻഡ് ഇത് പിള്ളേർ അറിഞ്ഞുകൊണ്ട് ഇത് വലിയ വിവാദമായിട്ട് മാറുവാണ്. ആൻഡ് ഇവരിത് കണ്ടിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ നിറൻ പറയുന്നുണ്ട് നീ പേടിക്കണ്ട, ഈ കൊച്ച് അതായത് ഈ പിള്ളേരൊന്നും ആ ഒരു ഡീമിന്റെ കൺട്രോളിൽ കയറി പറയുന്നതല്ല, കാരണം അവർക്ക് എന്തൊക്കെയോ അഴിമതി തോന്നി, അതുകൊണ്ട് അവർ അതിൻ്റെതിരെ പ്രതികരിക്കുന്നതാണ്, ഇതിന് പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ നിറൻ പീറ്റിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം മുന്നേ ഉള്ള ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്തോ അവരുടെ ബോഡിയിലേക്ക് ശക്തികളെ കയറ്റി വിട്ടിട്ടാണല്ലോ പറയിപ്പിച്ചത്. അപ്പം പീറ്റിന് പേടി അവന്റെ അനീതിന് ഇനി അങ്ങനെയാണോ എന്ന്. അപ്പൊ നിറൻ അതല്ല എന്ന് പറഞ്ഞു കൊടുക്കുവാന്ന്. ഇവിടുന്ന് കട്ടിയിട്ട് നമ്മളെ കാണിക്കുന്ന നമ്മുടെ ദുർമന്ത്രവാദി ഉണ്ടല്ലോ, അയാളും ഇതുപോലെ ന്യൂസിൽ ഈ ഒരു പെൺകൊച്ചിനെ നോട്ട് വിട്ടേക്കുന്നതാണ്. കാരണം അടുത്ത ആ ഒരു ഡീമന്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത്, അതായത് അവരുടെ അടുത്തുള്ള ആ ഒരു ശക്തിക്ക് കൊടുക്കേണ്ട സാക്രിഫൈസ്, അതായത് ബലി മൃഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് നീയാണ് എന്ന് ഇയാൾ ആ ഫോട്ടോയിൽ നോക്കി ആ കൊച്ചിനോട്, ഫോട്ടോയില്ല ഫോണിലെ ന്യൂസ് റിപ്പോർട്ടിൽ നോക്കി ആ കൊച്ചിനോട് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്.
ആൻഡ് ഇതിനുശേഷം നമ്മൾ കാണിക്കുന്നത് ഈ പിള്ളേര് അവിടെ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ടൈമിൽ നമ്മുടെ പീറ്റ് ആണെങ്കിൽ അവൻ്റെ അനിയത്തിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൻ്റെ അനിയത്തി ഈ മെസ്സേജ് ഇങ്ങനെ നോക്കി റിപ്ലൈ കൊടുക്കാൻ നേരത്തെ അവൻ്റെ ഒരു ഫ്രണ്ട് അവൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബാ നമുക്ക് പോയിട്ട് നേരത്തെ നീയാണ് പ്രസംഗിക്കേണ്ടത് എന്നും പറഞ്ഞ് അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് കുറേ കുട്ടികൾക്കുണ്ടല്ലോ നമ്മുടെ വോളണ്ടിയേഴ്സിന് ഇടുന്ന പോലത്തെ ഓരോ ബാഡ്ജ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് ആ സ്കൂളിലെ തന്നെ പിള്ളേര്. ആൻഡ് ഇവൻ്റെ അനിയത്തി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ദുർമന്ത്രവാദിനെ കാണിക്കുന്നുണ്ട്. അവനവിടെ എന്തൊക്കെയോ റിച്വൽ ചെയ്യുവാണ്. അതായത് ഈ ഒരു ശക്തിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാക്രിഫൈസുകൾ ബലിമൃഗങ്ങളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൂജകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ, പൂജയല്ല ദുർമന്ത്രവാദമാണ്, ഇത് ചെയ്യുമ്പോൾ ഈ ഓരോ ആൾക്കാർക്ക് അപകടം പറ്റി അല്ലെങ്കിൽ അവര് ഇതിനൊരു സാക്രിഫൈസ് ആയിട്ട് മാറുവാണ്. അപ്പൊ ഇയാൾ അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഈ പെൺകുട്ടി പ്രസംഗം പറയുവാണ്. ആൻഡ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കുറച്ച് ആൾക്കാർ ബൈക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് ഇവർ ബൈക്കിൽ വന്നിട്ട് ഇവരുടെ കയ്യിൽ ബോംബൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ആ ഒരു ശക്തിയുമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അതിന്റെ ഒരു ബലത്തിൽ വന്ന ആൾക്കാരാണ്. ആൻഡ് ഇവരെന്ത് ചെയ്യുന്നു, ഈ ബോംബ് എടുത്ത് അങ്ങോട്ട് എറിയുവാണ്. ദെൻ അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ആയിട്ട് പിന്നെ കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പുറത്തെ ആളെയാണ്, അതായത് നമ്മൾ ദുർമന്ത്രവാദം ചെയ്യുന്നത്. കാരണം ഇയാളാണ് ഇവരെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ ഇയാളുടെ ആ ഒരു ദുർമന്ത്രവാദം ചെയ്ത ശക്തി കൊണ്ടാണ് ഇവരങ്ങോട്ട് പോകുന്നത്. ആൻഡ് നമ്മുടെ പീറ്റിന്റെ അനിയത്തെയും ബാക്കി ആൾക്കാരെല്ലാം ഹോസ്പിറ്റലിലാവുകയാണ്. ഇവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പീറ്റും തുറനും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ദെൻ അവരവിടെ ചെന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പീറ്റിന് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൻ ആകെ അനീതി മാത്രമേ ഉള്ളൂ. ആ കൊച്ചാവസ്ഥയിൽ കിടക്കുന്ന കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാ. നമ്മുടെ നിറം പുറകെ ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നത്, എങ്ങോട്ടാ ഓടിപ്പടിച്ച് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിനെ ഈ ഗതിയിലാക്കിയവന്മാരെ എല്ലാം ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പീറ്റ് പോകുന്നത്. ആ ടൈമിൽ നമ്മുടെ നിറം പറയുന്നുണ്ട്, നിന്റെ അനിയത്തിനെ ഈ ഗതിയിലാക്കിയവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിനല്ല ആക്കിയത്, അത് ആ ഒരു ശക്തിയുടെ ഇതും കൊണ്ട് വന്നിട്ടാണ് അവരങ്ങനെ ചെയ്തത്. സോ നീ ഇപ്പൊ പോയിട്ട് അവർ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, നീ എന്നെ വിശ്വസിക്കും, ഞാൻ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ പീറ്റ് ഒന്ന് ശാന്താവുകയാണ്. നമ്മുടെ പീറ്റിന്റെയും നിറന്റെ ഒക്കെ കൂടെ കുറച്ച് പൂജയൊക്കെ ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. ആ ടൈമിൽ ഇവർ ഈ കൊച്ചിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ആ ടൈമിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വോളണ്ടിയേഴ്സിന് ഇടുന്ന ഒരു ബാഡ്ജ് പോലത്തെ സാധനമില്ലേ, അതിങ്ങനെ തുറക്കാൻ പറ്റും. അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു കൂടോത്രത്തിന്റെ എന്തോ ഒരു പേപ്പർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതെടുത്ത് ആ പഠിപ്പിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് എന്താണെന്ന് നോക്കുമ്പോൾ അവർ പറയുന്നതാണ്, അതായത് സാക്രിഫൈസ്, അതായത് ഇതുപോലത്തെ ബലിമൃഗങ്ങളെ അവർ നോട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് ഓൾസോ അവരുടെ കൂടെയുള്ള ആ ഒരു ചേട്ടൻ പറയുന്നുണ്ട്, ഇത് ആർക്കൊക്കെ കിട്ടിയോ അവരെല്ലാം ഇവർക്കൊരു സാക്രിഫൈസ് ആണ്. സോ അവർക്കെല്ലാം ഇതേപോലത്തെ അപകടങ്ങൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ചേച്ചി ഉണ്ടല്ലോ, നിറന്റെ ചേച്ചി, പുള്ളിക്കാരത്തി ഇതുപോലെ കുറച്ച് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളല്ലേ. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ ഓരോ ആൾക്കാരെ നോക്കുവാണ്, നമ്മുടെ വില്ലന്റെ ആൾക്കാരെയൊക്കെ നോക്കുവാണ്. അപ്പൊ പുള്ളിക്കാരന്റെ കണ്ണിൽ ഈ ദുർമന്ത്രവാദി പെടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ട് ഇവൻ ഏതാന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഇതുപോലത്തെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരത്തി ഇങ്ങനെ അയാളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ സീൻ നിറനിലേക്കും പീറ്റിലേക്കും എത്തുവാണ്. ഇവനാണെങ്കിൽ ഒരു തുറസായ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുവാണ്, അതായത് കാറ്റൊക്കെ കൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക. ആ ടൈമിൽ നമ്മുടെ നിറൻ പീറ്റിനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും റെഡിയായി, നീ പുറത്ത് നല്ല സ്ട്രോങ് ആണ്, നിനക്കൊരൊറ്റ വീക്ക്നെസ്സേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, എൻ്റെ വീക്ക്നെസ് എൻ്റെ ദേഷ്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിറൻ പറയുന്നുണ്ട്, അതെ നിന്റെ ദേഷ്യമാണ് നിന്റെ വീക്ക്നെസ്, അതും കൂടി നീ ഒന്ന് സെറ്റ് ആക്കുവാണെങ്കിൽ നിനക്ക് സുഖമായിട്ട് ആ ഡീമനെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നുണ്ട്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ നിറൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു കാറ്റ് വീശി നിനക്കത് ഫീൽ ചെയ്തോ, നിന്നെ തട്ടിയിട്ടൊരു കാറ്റ് ഇപ്പോൾ പോയി നിനക്കത് ഫീൽ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ പറയുന്നുണ്ട്, ആ പോയി, അതിനിപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാറ്റ് പോയതിന്. അപ്പം നിറം പറയുന്നുണ്ട്, യെസ് എക്സാക്ട്ലി അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് നിന്നെ ടച്ച് ചെയ്ത് പോകുന്ന ആ ഒരു കാറ്റ് അതിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് നിന്നെ ടച്ച് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, അതുപോലെ തന്നെയാണ് നിന്റെ ലൈഫ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നിറൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ആ കാറ്റ് പോയി നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോന്ന്. അപ്പൊ നമ്മുടെ വീട്ടിൽ പറഞ്ഞു, ഇല്ല പോയി, അതെനിക്ക് ഫീൽ ചെയ്യുന്നില്ല, പോയാൽ പിന്നെ എങ്ങനെ ഫീൽ ചെയ്യാ. ആൻഡ് അപ്പൊ നമ്മൾ നിറം പറയുന്നുണ്ട്, അതെ ഇതുപോലെ തന്നെയാണ്, ആ കാറ്റ് ആ വഴിക്ക് പോയി, നിന്നെ അതൊന്നും ചെയ്തില്ല, നിന്നെ ജസ്റ്റ് ഒന്ന് തട്ടി, നീ ഒന്നും പ്രതികരിച്ചില്ല, അതങ്ങനെ അങ്ങ് പോയി. ആൻഡ് അടുത്ത കാറ്റ് നിനക്ക് വരുമ്പോൾ അത് വീണ്ടും ആദ്യമേ ന്യൂ ആയിരിക്കും, ആ പഴയ കാറ്റായിരിക്കില്ല, ഒരു പുതിയ കാറ്റായിരിക്കും നിനക്ക് വരിക. അങ്ങനെ നമ്മുടെ പീറ്റിന് എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ പിടികിട്ടി. അവിടുന്ന് കട്ട് ചെയ്ത് രാത്രിയാണ് കാണിക്കുന്നത്. ഇവർ വീണ്ടും ആ ഒരു റിച്വൽ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ നിറൻ പീറ്റിനോട് പ്രത്യേകം പറയുന്നുണ്ട്, നീ ആലോചിക്കുക, കാറ്റ് വരും വീശും അത് ആ വഴി പോകും, പിന്നെയും കാറ്റ് വരും വീശും അത് ആ വഴി പോകും, അത് നീ മറക്കരുതെന്ന്. ആൻഡ് നമ്മുടെ പീറ്റ് ആണെങ്കിൽ റെഡി ആയിട്ട് നിൽക്കുവാണ്. ദെൻ ഇവരുടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുവാണ്. ആ ടൈമിൽ അവൻ്റെ ഉള്ളിൽ ആ ഒരു ഡേമൺ പുറത്ത് വരുവാണ്. ആൻഡ് ആ ഒരു ഡേമൺ പുറത്ത് വരുമ്പോൾ നമ്മുടെ പീറ്റ് പഴയ പോലെ അല്ലല്ലോ, അവനിങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ നേരെ ഡയറക്റ്റ് അവൻ്റെ പാസ്റ്റിലേക്ക് പോവാണ്. ആൻഡ് പാസ്റ്റിൽ അവൻ
അവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവനവിടെ അവൻ്റെ ലോക്കറിൻ്റെ അടുത്ത് നിൽക്കുവാണ്. അപ്പോൾ അന്ന് അവൻ അവിടെ ആ സാറിനെ അടിച്ചിട്ടില്ലേ, ആ ഒരു സീനാണ്. ആൻഡ് സാറ് വരുന്നുണ്ട്. സാറ് വന്നിട്ട് അവനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മുടെ പീറ്റ് പ്രതികരിക്കുന്നില്ല. അങ്ങനെ ആ ഒരു സീൻ അവിടെ നിന്ന് കഴിഞ്ഞു. ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. നമ്മുടെ പീറ്റ് കണ്ണു തുറക്കുവാണ്. കണ്ണു തുറക്കുമ്പോൾ അവന്റെ കണ്ണിന്റെ കളറൊക്കെ വേറെയാണ്. കാരണം അവനിപ്പം ഡീമന്റെ കൺട്രോളിലാണ് ഉള്ളത്. കൂടാതെ നമ്മുടെ ചേട്ടനെ പഠിപ്പിച്ചെക്കനോട് ചോദിക്കുന്നുണ്ട് അവന്റെ എനർജി എങ്ങനെയുണ്ടെന്ന്. അപ്പൊ പഠിപ്പിച്ചെക്കൻ പറയുന്നുണ്ട് നോർമലാണ്, ഹൈ ആകും, അപ്പൊ തന്നെ അങ്ങ് നോർമലായി വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഈ പുള്ളിക്ക് അത്ര വിശ്വാസമില്ല. പുള്ളി പറയുന്നു ഓവർ കോൺഫിഡൻസ് വെക്കട്ടെ, നിക്ക്, നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാന്ന് പറയുന്നു. അപ്പൊ വീണ്ടും നമ്മുടെ പീറ്റ് അടുത്തൊരു ഫ്ലാഷ് ബാക്കിലേക്ക് തന്നെ പോവാണ്. അതേ സാർ തന്നെ വന്ന് വീണ്ടും അവനെ പ്രവോക്ക് ചെയ്യുവാണ്. അതായത് നിന്റെ വീട്ടുകാർ മരിച്ചുപോയി നന്നായി, വീട്ടുകാരാണല്ലോ അവന്റെ ഒരു വീക്ക്നെസ്. സോ അവര് മരിച്ചുപോയി നന്നായി, ഇതുപോലൊരു മോൻ ഇല്ലാതിരിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ വല്ലാണ്ട് അങ്ങോട്ട് ഓർച്ചറിയുവാണ്. സോ അവനിങ്ങനെ അടിക്കാൻ വരുന്ന സ്ഥലം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ പീറ്റ് പറയുന്നുണ്ട് ഇതൊന്നും സത്യമല്ല, നിങ്ങൾ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ മൈൻഡിൽ ഒരു വോയിസ് മാത്രമാണ്, ഇപ്പം അത് അന്ന് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. സോ ഞാനിപ്പോൾ പ്രതികരിക്കില്ല എന്ന് തന്നെ പറയുന്നു. അപ്പോൾ നമ്മുടെ സാറിന് അയാളൊന്ന് തോറ്റുപോയല്ലോ. അപ്പം അയാൾ അവനിട്ട് ഒറ്റ അടി കൊടുക്കുവാണ്. അതിൻ്റെ അടി കൊണ്ടുന്ന പീറ്റ് പോയി വീഴുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. ഇപ്പൊ നമ്മുടെ പീറ്റിന് മുമ്പിലുള്ളത് ആ ഒരു സാറല്ല, പകരം അവന്റെ ഉള്ളിലുള്ള ആ ഒരു മങ്കി, ആ ഒരു ഡിമൺ ആണ് അവന്റെ മുമ്പിലുള്ളത്. ആൻഡ് ഇവർ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുവാണ്. ആ ഫൈറ്റ് ചെയ്യുന്ന ടൈമില് നമ്മുടെ പീറ്റ് ആണെങ്കിൽ ആ മങ്കീനെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ അല്ല എന്റെ ഓണർ, ഞാനാണ് നിന്റെ ഓണർ, ഇന്നു മുതൽ ഞാനാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറയുന്നു. ആൻഡ് ഇവരുടെ ഈ ഫൈറ്റ് ഇവിടെ കഴിഞ്ഞ പാടെ നേരെ നമ്മുടെ പീറ്റ് കണ്ണുറക്കുവാണ്. പീറ്റ് നോർമൽ ആയിട്ടാണ് കണ്ണുറക്കുന്നത്. ആൻഡ് നമ്മുടെ നിറൻ ആ ടൈമിൽ നമ്മുടെ പീറ്റിനോട് പറയുവാണ് ഇന്നു മുതൽ നിന്റെ ചെവിയുടെ ബാക്കിലുള്ള ആ ഒരു സീൽ ഉണ്ടല്ലോ, അത് വെറും ഒരു ടാറ്റു മാത്രമായിരിക്കും. നീയാണ് ഇപ്പൊ ആ ഒരു ഡിമന്റെ ഓണർ, അല്ലെങ്കിൽ അയാളെ കൺട്രോൾ ചെയ്യുന്നത് നീയാണെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ പീറ്റ് ജയിച്ചു. അങ്ങനെ അവന്റെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുവാണ്. 3-4 എപ്പിസോഡ് ഞാൻ ഒന്നിച്ചിടാമെന്ന് പറഞ്ഞിട്ട് 3ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ഞാനിപ്പോൾ 4ാമത്തെ എപ്പിസോഡ് ഇടുന്നത്. കാരണം വേറൊന്നുമല്ല, ഓൾറെഡി വ്യൂസ് കുറവാണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ 2 എപ്പിസോഡ് അടുപ്പിച്ചിടുവാണെങ്കിൽ അത്ര പോലും വ്യൂസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പം അടുത്ത എപ്പിസോഡ് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങിയ ശേഷം ഞാൻ ഇടുന്നതായിരിക്കും. ഇന്ന് ഞായറാഴ്ചയാണ്, ചൊവ്വാഴ്ചയാണ് എപ്പിസോഡുകൾ ഇറങ്ങുന്നത്. സോ ബുധനാഴ്ച വ്യാഴാഴ്ച ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.